ദേശീയാടിസ്ഥാനത്തിൽ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരവധി ദേശീയ പണിമുടക്കുകൾ നടന്നിട്ട് പോലും തൊഴിലാളികളെ വിളിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി പോലും കേന്ദ്ര ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. എന്ന് മാത്രമല്ല, തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ പാസ്സാക്കുന്നതിന് വേണ്ടിയുള്ള ജാഗ്രതയാണ് കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കേരളത്തിൽ തൊഴിലാളി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള കാര്യം തൊഴിൽ മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് തൊഴിലാളികളെ വിളിച്ച് സംസാരിക്കണം. എത്ര സംസ്ഥാനങ്ങളിൽ പരിപൂർണമായി പണിമുടക്ക് നടന്നു എന്നുള്ളതല്ല പ്രശ്നം. തൊഴിലാളികൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന പ്രശ്നത്തിൽ അതിൽ എത്രമാത്രം കഴമ്പുണ്ട്, എത്രമാത്രം പ്രാധാന്യമുണ്ട്, എത്രമാത്രം ആവശ്യങ്ങൾ അതിലടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് മനസ്സിലാക്കേണ്ടത്. മുതലാളിമാർക്കും ഇന്ത്യൻ കുത്തകകൾക്കും സഹായകരമായ നിലപാട് ഒരു കാരണവശാലും സ്വീകരിക്കാൻ വേണ്ടി പാടില്ല. ലോകത്തെമ്പാടും നടന്നിട്ടുള്ള തൊഴിലാളി വർഗത്തിൻ്റെ ചരിത്രം നോക്കിയാൽ, ചിക്കാഗോ മുതൽ ഉള്ള ചരിത്രം നോക്കിയാൽ, തൊഴിലാളികൾ സമരം ചെയ്താണ് അവരുടെ അവകാശങ്ങൾ നേടിയെടുത്തിട്ടുള്ളത്. ആ അവകാശങ്ങളൊന്നും ഏതെങ്കിലും ഒരു ഗവൺമെൻറ് വന്ന് അതിനെ തകിടം മറിക്കുന്നതിന് വേണ്ടി അനുവദിക്കുന്നത് ശരിയുമല്ല. നടന്നു പോകുന്നു സംസ്ഥാനത്ത് മുഴുവൻ കാണുന്നൊരു അവസ്ഥ. ഈ യാത്രക്കിടെ കുടുങ്ങിപ്പോയ പല യാത്രക്കാരും ഇപ്പോൾ അവർ ബസ്സിൽ കയറാൻ ശ്രമിക്കുമ്പോൾ വന്ന് സമരം വന്ന് തടയുന്നു. പല സർവീസ് നടത്താൻ തയ്യാറായ KSRTC ബസ് ഓടാൻ സമ്മതിക്കുന്നില്ല. ഇത്തരത്തിൽ യാത്രക്കാരെ ദ്രോഹിക്കുന്നത് ശരിയായ നടപടിയാണോ? അവർക്ക് സ്വാതന്ത്ര്യമില്ലേ? ഒരു 6 മാസങ്ങൾക്ക് മുമ്പേ പ്രഖ്യാപിച്ചിട്ടുള്ള സമരമാണ്. ഒരു പ്രാവശ്യം സമരം മാറ്റിവെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ബോധപൂർവം സമരക്കാർ യാത്രക്കാരെ ദ്രോഹിക്കുന്നു എന്ന് പറയുന്നതിന് വേണ്ടി കഴിയില്ല. കാരണം 6 മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള സമരമാണ്. മിനിസ്റ്റർ, ഈ ഗണേഷ് കുമാർ പറഞ്ഞത് ഇന്നലെ ഈ സമരത്തിനെതിരായിട്ടാണ്. ഒരു മന്ത്രി ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അങ്ങനെ ഒരു പ്രതികരണം ശരിയാണ്. ഗണേഷ് കുമാറിൻ്റെ അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ സമരത്തിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതനുസരിച്ചുള്ള പ്രസ്താവന വന്നിട്ടുണ്ട്. മനസ്സിലാക്കേണ്ടത് അദ്ദേഹം മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് അങ്ങനെ ഒരു പ്രസ്താവന വരുമ്പോൾ നമ്മുടെ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇപ്പം 4ഓളം വരുന്ന വൈസ് ചാൻസലർമാരും ചില പ്രത്യേക രാഷ്ട്രീയ ചിന്താഗതിയുള്ളവരുടെ യോഗങ്ങളിൽ പങ്കെടുത്തിരിക്കുകയാണ്. അത് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും വൈസ് ചാൻസലർമാരുടെ ഒരു ചരിത്രം നോക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള കാര്യമില്ല. BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം NCERTയും അതുപോലെ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലെ വൈസ് ചാൻസലർമാരും ഒരു RSS നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാകും. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു നിലപാട് ഐക്യകേരള രൂപീകരണത്തിന് ശേഷം അങ്ങനെ ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. അത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുന്നതിന് വേണ്ടി മാത്രമേ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ ഇടപെട്ട് പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നിപ്പോൾ 2-3 ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥി സമരങ്ങൾക്കും ഉത്തരവാദി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഗവർണറാണ്.